ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പി. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു അരക്കപ്പ് തൂരപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. അത് നല്ലോണം കഴുകി വാരി ഞാൻ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ചെറിയ കഷ്ണം മത്തങ്ങയാണ്. അതിൻ്റെ കൂടെ ചെറിയൊരു പൊട്ടറ്റോ, അതുപോലെ ചെറിയൊരു തക്കാളി, ചെറിയൊരു സബോള, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, 1-2 പച്ചമുളക്, ഇതെല്ലാം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പൊടികളെല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ കായത്തിൻ്റെ എൻ്റെ കയ്യിൽ പൊടിയായതുകൊണ്ട് ഞാൻ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കായും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സാമ്പാറിന് ആവശ്യമായ പുളി, ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളിയാണ് ഞാനിപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ ജ്യൂസാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം, ഞാനിപ്പോൾ 2.5 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്തേക്കുന്നത്. ആ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് ഒരുപാട് വേവുള്ള പരിപ്പാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ പരിപ്പ് കുറച്ച് നേരം ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ എല്ലാം ഒരുമിച്ച് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി കുക്കർ അടച്ച് വെച്ച് എല്ലാം വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പരിപ്പും എല്ലാം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുക്കർ തുറന്ന് വെച്ച് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് കുറച്ച് ഉലുവയുടെ പൊടി, ഉലുവ വറുത്ത് പൊടിച്ചതും, അതുപോലെ ചെറിയൊരു കഷ്ണം ശർക്കരയും. ഞാനപ്പോൾ അത് രണ്ടും ഇടുന്നത് ഈ വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളത് ഇടാൻ മറക്കരുത്. എന്തായാലും അത് ആഡ് ചെയ്ത് കൊടുക്കണം. ചെറിയൊരു പീസ് ശർക്കരയും അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ഉലുവയുടെ പൊടി. ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പെല്ലാം കറക്റ്റ് ചെയ്യുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സാമ്പാർ ഭയങ്കരമായിട്ട് കുറുകിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് അതൊന്ന് നീട്ടിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം തന്നെ ചേർക്കുക. അവസാനമായിട്ട് കുറച്ചധികം മല്ലിയില, അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളായിരുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഉള്ള അനുസരിച്ച് മല്ലിയിലയും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളൊക്കെ ഇനി ഇത് കടുക് വറുക്കേണ്ട ഒരു കാര്യം കൂടെ ഉള്ളൂ. നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ സാധാരണ സാമ്പാറിൽ കടുക് വറുക്കുന്നതിലും കുറച്ച് വ്യത്യാസമുള്ളത്, നമ്മൾ സാധാരണ സാമ്പാറിൽ കടുകും ഉലുവയല്ലേ വറുത്തിടുന്നത്. ഇതിൽ നമ്മൾ ഉലുവ പൊടി ചേർത്തു. ഇനി കടുക് പൊട്ടിക്കുമ്പോൾ ഉലുവയും കൂടെ ചേർക്കുന്നില്ല. അതിന് പകരം ചെറിയ ജീരകം, പെരിഞ്ജീരകം അല്ല, ചെറിയ ജീരകമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പാൻ ചൂടായി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി അതിനകത്തേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നല്ലോണം പൊട്ടി. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ജീരകം, പ്രത്യേകം ശ്രദ്ധിക്കുക, പെരിഞ്ജീരകം അല്ല, ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകവും പൊട്ടി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് 2-3 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാമ്പാർ റെഡിയാണിപ്പോൾ. അപ്പോൾ ഇതുപോലെ ജീരകം പൊട്ടിക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുപോലെ തന്നെ മല്ലിയിലയും നിങ്ങൾ കുറച്ചും കൂടെയൊക്കെ നിങ്ങൾക്ക് ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ സാമ്പാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. എല്ലാ വെജിറ്റബിൾസും പൊടികളും എല്ലാം നമ്മൾ കുക്കറിൽ തന്നെ ചെയ്തു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.